എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മറ്റൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ തൊട്ടടുത്തല്ല, കുറച്ചപ്പുറത്ത് ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്ത് അമ്മാഞ്ചേരിക്കാവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ ഉത്സവമാണ്. സ്ഥിരമായിട്ട് എല്ലാ വർഷവും വലിയ പരിപാടികളായിട്ട് കഴിക്കുന്നതിനാണ് നമ്മൾ പോകുന്നതാണ്. അപ്പൊ ഇപ്രാവശ്യം അതിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറെ കാളവരവും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും. വലിയ ഉത്സവമാണ് കേട്ടോ. അവിടെ റോഡും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അത് അനങ്ങാൻ പറ്റില്ല, വണ്ടികൾക്കൊന്നും അപ്പുറം പോകാൻ പോലും പറ്റില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ അതിന്റെ കാഴ്ചകളിലേക്ക് പോകാന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ ഞാൻ സിനിമയ്ക്ക് പോയിട്ട് വന്നോളൂ. ഇതുവരെ ഉറങ്ങിയിട്ട് ഇതിപ്പോ എണീറ്റ് മറ്റുള്ള കൂട്ടുകാരും ഇല്ല കേട്ടോ. നിർമ്മല, അമീർ അങ്ങനെ ആ ടീംസ് ആരും ഇല്ല. അപ്പൊ ഇന്ന് പ്രാവശ്യം അസ്കറാണല്ലോ. അസ്കർ ഞാൻ എനിക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല. അസ്കറെ കാണിച്ചു തരാം. അവനവിടെ ഉണ്ട്, ഓൾറെഡി അവനവിടെ എത്തിയിട്ടുണ്ട്. അവന്റെ വീടിന്റെ കുറച്ച് പോകാനുള്ള അവന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നു. അവിടെ അസ്കറുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അതിനിടയിൽ പോകുന്ന വഴിയിൽ തന്നെ ഈ കാളവരവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റൂട്ടോ. അപ്പൊ ഞാൻ അതും കാണിച്ചു തരാം. അവിടെ എത്തിയതിനു ശേഷമുള്ള കാഴ്ചകളും കാണിച്ചു തരാം. ഇന്ന് നൈറ്റ് മൊത്തം വൈബായിരിക്കും ഗൈസ്. ഇത് എന്താ പറയാ, നമ്മൾ ഈ അടുത്തുള്ളതിൽ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ്. എന്തായാലും ഓക്കെ ഗൈസ്, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ബൈ ഗൈസ്. അങ്ങനെ ആദ്യത്തെ കാളെ നമ്മൾ കണ്ടിരിക്കേണ്ടാവും. അയ്യോ, അതവിടെ ലൈറ്റ് നേരം തട്ടിയാ തോന്നുന്നു. നമ്മളിത് കുറുക്ക് വഴി പിടിച്ച് വന്നാട്ടോ. അപ്പൊ ഇതിനിടയിലായിരുന്നു കേട്ടോ ഫസ്റ്റ് കാള തന്നെ. ഇത് കൂരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്ന കാളയുണ്ട. കൂരിയാടാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മുടെ വണ്ടി കച്ചേരിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇട്ടിട്ടാ. അത് ഞാൻ കുറെ ചുറ്റി കളഞ്ഞിട്ടാണ് അപ്പുറത്ത് എത്തിയത്. കച്ചേരിപ്പടി ആണ്ടായപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കണം. ഇവിടുന്ന് ഒരു കിലോമീറ്റർ എന്തുകൊണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങോട്ട് നടക്കണ്ട. കാളവരവിൻ്റെ ആരവങ്ങളുടെ ലക്ഷണം ഉണ്ടായിരിക്കും കാണുന്നതൊക്കെ. ഇതിലൊക്കെ കാളകളൊക്കെ പോയിട്ടുണ്ട്, കുറെ പോയിട്ടുണ്ടാവും. ഇപ്പോൾ അവിടെ തന്നെ ഓൾറെഡി കുറെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ കുറച്ച് ലേറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തായിരുന്നു. എന്താ എന്റെ മോനെ, പോലീസുകാരെല്ലാം ലാത്തി കൊണ്ടൊക്കെ സെറ്റായി നിൽക്കുന്നുണ്ട. അങ്ങനെ ഏറെക്കുറെ നമ്മളിത് അമ്പലത്തിനടുത്തെത്തിയിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് അമ്പലം വരുന്നത്. എൻ്റെ മോനെ, ആൾക്കാരെ കൊണ്ട് നടക്കാനും വയ്യ, നിൽക്കാനും വയ്യ. നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എടുത്തോണ്ട് പോകും കഴിച്ചു. നേരത്തെ അവിടെ നിന്ന് എന്നെ തട്ടിയിട്ട്, അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഇങ്ങനെ നടക്കുക, നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം. ഫോൺ അടിച്ചുകൊണ്ടാവാതെ അതും നോക്കണം. പോലീസുകാരെ കൊണ്ടൊന്നും കഴിയൂല കഴിച്ചു. അവരെ കുറ്റം പറയുന്നതല്ല, അവരെ കൊണ്ട് കൂട്ടിയ കൂടുതലേ. ഇത് അന്ന് അത്രയും ക്രൗഡാണ് കൈസ്. അങ്ങനെ നമ്മൾ ഹരീഷിനെ കണ്ടിരിക്കുകയാണ്. ഓനെ എത്തി ഞാൻ കുറച്ച് നേരം 5:30 വരെയൊക്കെ ഇടാം. ഓക്കെ പോയേക്കാം. നമുക്ക് ഇനി ഏതായാലും അവരെ കണ്ടിട്ട് വരണം. രഞ്ജ് എപ്പെത്തി? നല്ല കിട്ടിയല്ലോ. ഇവിടെ സീറ്റ് കിട്ടിയല്ലോ. ആ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഒന്ന് അതിന് ഇടയിൽ കയറിക്കിട്. അല്ല എന്താ, ഞങ്ങളിവിടെ ഉണ്ട്, പോരാ. വരവ് ഫുള്ള് ക്ലിയർ ആയിട്ട്
ഗൈസ് അപ്പൊ നമ്മൾ ഷിബിനെയും മോനിഷനെയും എല്ലാരും കണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പൊ അല്ല ഇത് നടന്നിരുന്നു അവിടുന്ന് കിട്ടി ചേറൂരിൽ നിങ്ങൾ നടന്നുതരാ കാള വന്നിട്ടില്ല. ആ ഇവിടെ വേറെ വണ്ടികളൊക്കെ വരുന്നുണ്ടല്ലേ? അല്ല കാളകളൊക്കെ വരുന്നുണ്ടല്ലേ? അവിടെ നിന്നിട്ട് ബ്ലോക്ക് ആയി കിടക്കാറുണ്ട്. ഓക്കെ ഓക്കെ എന്തിനു കൂട്ടുകാരുടെ അസ്കർ. അപ്പൊ മുന്നേ എന്താ പാട് പ്രോഗ്രാമില്ലേ? പ്രോഗ്രാമിന്റെ തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ സുഖം എല്ലാവർക്കും. ഇവളായിരുന്നു നമുക്ക് മെയിനായിട്ട് കിട്ടേണ്ടത്. കഴിഞ്ഞ വ്ളോഗിൽ കുറച്ച് ട്രോളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. അപ്പോഴല്ലേ സുഖല്ലടാ ഡാൻസ് ഏതായാലും പോയിട്ട്. ഓക്കെ 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 എന്നാ പോയിട്ട് വരാം. അപ്പൊ കഴിച്ച് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അവിടെ നിന്ന് ഇറങ്ങിയത് നമ്മൾ വണ്ടി ഇട്ടിരുന്ന അവിടെ എത്തിയിട്ട് നടന്നിട്ട് കുറേ കൂടെ നടക്കണം കഴിച്ച് ആകെ വയ്യണ്ടായി. അതിന് മുന്നേ കുറേ അസ്കറിൻ്റെ കൂടെ പോയിട്ട് വേറൊരു വരവിൻ്റെ കൂടെ പോയി കുറേ തുള്ളി. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. ഞാൻ അതെ ഒരു പൊതി ചക്കര മിഠായി മേടിച്ചിട്ടുണ്ട്. ചക്കര മിഠായി പറഞ്ഞാൽ ചിലരുടെ നാട്ടിൽ ഇതിന് ജിലേബി എന്ന് പറയും, ഞങ്ങളിവിടെ ചക്കര മിഠായി എന്ന് പറയും. അങ്ങനെ ഗൈസ് നമ്മൾ ഉത്സവം പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടാണ്. ഇതാ ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞാണ്ട് റൂമിൽ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നത്. ഇപ്പം സമയം ഏകദേശം 11:40. ഞാൻ ഭയങ്കര അതായത് പരിപാടി മൊത്തം തീരാൻ വേണ്ടി നിന്നില്ല കേട്ടോ. പിന്നെയും കുറച്ച് അതായത് വേറെ കുറച്ച് സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. ഒറ്റയ്ക്ക് ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ ഹരീഷ് ഉണ്ടായിരുന്നു, പിന്നെ അസ്കർ ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് ഒരുപാട് പേരെ കണ്ടിട്ടാണ്. ഇപ്പോൾ എന്താ നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിലും കൂടെ പഠിച്ചവരും അവരിവരൊക്കെ ആയിട്ട് പല സ്ഥലത്തുനിന്ന് തെറിച്ചിട്ടാണെങ്കിലൊക്കെ എല്ലാവരെയും കുറേ പേരെ കണ്ടു. അതൊക്കെ ഒരുപാട് സന്തോഷം. ഷിബിനെയും മോനിഷനെയും കണ്ടു. എല്ലാവരും അവർ ഫാമിലി ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എന്താ പറയുക അടിപൊളിയായിരുന്നു ഇന്നത്തെ. രാവിലെ സിനിമയ്ക്ക് പോയി, അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊന്ന് കിടന്നുറങ്ങി, അത് കഴിഞ്ഞിട്ട് പിന്നെയും കറങ്ങാൻ പോയി. ഉത്സവം പരിപാടി ഇതൊക്കെ ഇപ്പം തിരിച്ചെത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് നോക്കിയിട്ട് ഇനി സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല, ഇത് ഭയങ്കര ഓവറാണ്, ഇത് കുറവാണ്, അങ്ങനത്തെ എന്ത് കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് പുതിയ 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 വീഡിയോസായിട്ട് ഇനിയും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ഓക്കെ ബൈ.